ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്ത ഒരു ലുക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് സാരി ഡ്രേപ്പിംഗ് ആയാലും മേക്കപ്പ് ആയാലും ഓർണമെന്റ് അറേഞ്ച്മെന്റ് ആയാലും ഹെയർ എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ടു ദ ഹോൾ ടീം. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് കേസാണ്. ഞാനിപ്പോൾ ഉള്ളത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കോഴിക്കോടാണ്. അപ്പൊ ഇന്ന് എനിക്കൊരു ഹാപ്പി ആകാൻ പോകുന്ന ബ്രൈഡ് പാർവതി. ഹായ് പാർവതി. ഡോക്ടർ പാർവതിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ജനിച്ചു വളർന്ന കുട്ടിയാണെങ്കിൽ ആ ഒരു അഹങ്കാരവും ഒന്നുമില്ല. പാർവതിയുടെ ബിഗ് ഡേ എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലോട്ടാ വരുന്നത് അല്ലേ, എറണാകുളത്ത്. അപ്പോൾ പേരൻസ് അഗ്രി ചെയ്തപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം ഞാൻ ഡേറ്റ് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷെ എന്നോട് ആരും ഡേറ്റ് വിളിച്ച് പറഞ്ഞില്ല. ഡേറ്റ് വിളിച്ച് പറഞ്ഞത് ഡേറ്റ് ഫിക്സ് ആയി, വികാസ് ഏട്ടന്റെ ലുങ്കിണി കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച് പറഞ്ഞത്. അപ്പൊ ഡേറ്റ് ഒക്കെ ആദ്യം തന്നെ ഫിക്സ് ആയിട്ടുണ്ടാവല്ലോ. അതിനും ആദ്യം എന്തോ ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര വിഷമത്തിലായിരുന്നു. എന്നിട്ടാണ് പറഞ്ഞു അല്ലല്ലോ ഒരു സ്ലോട്ട് ഉണ്ട് 24th ഏട്ടൻ ഫ്രീ ആണെന്ന് അറിഞ്ഞത്. ഇതാണ് ആ കഥാനായിക നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നമസ്കാരം ചേച്ചി, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? സന്തോഷമുള്ള ദിവസമാണ് ഈ ദിവസം. വികാസിനെ കിട്ടിയത് അതിലേറെ സന്തോഷമുള്ള ദിവസമാണ്. ഇപ്പൊ അത് അതിനെക്കാട്ടി ലൈക്ക് ഹൗ യു ഫീൽ ലൈക്ക് ഹൗ യു ആർ ഗോയിങ് ടു ലൈക്ക് ഒരു അമ്മായിയമ്മ ആകുന്ന മൊമെന്റ് ആണ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പയ്യനൊക്കെ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ ഞങ്ങൾ എറണാകുളക്കാർ ഭയങ്കര നല്ല. ഇപ്പൊ മോളെ എങ്ങനെ 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 ഒരുക്കാനാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ അവളെ സുന്ദരിയായിരുന്നു. അത് നമുക്കറിയാം, നിങ്ങളെല്ലാവരും സുന്ദരിയാണ്. അത് പ്രോബ്ലം എന്ന് വെച്ചാൽ ഓൾറെഡി ഭയങ്കര സുന്ദരിയാണ്. ശേഷം കഴിച്ചത്ര ചോക്ലേറ്റ് ഒരു ബ്രൈഡും കഴിച്ചിട്ടുണ്ടാവില്ല. മധുരം കഴിച്ച് സന്തോഷിക്കും കല്യാണ സമയത്ത്. മേക്കപ്പ് വേണ്ട. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചോണ്ട് പറഞ്ഞു എനിക്ക് മേക്കപ്പ് വേണം, വികാസ് ഏട്ടൻ എന്നെ സുന്ദരിയാക്കും. പിന്നെ ഞാൻ എന്നെ കണ്ട വേണ്ടാണ്, എനിക്ക് മേക്കപ്പ് വേണം. അല്ലെങ്കിൽ മേക്കപ്പ് പോയിട്ട് നമ്മള് ഹെയർ കട്ട് ചെയ്യണമെങ്കിൽ വളരെ ആരപ്പതൊക്കെ നോക്കുന്നതെന്നൊക്കെ പറയുന്ന ആളാണ്. ചെക്കന്മാര് ചിലപ്പോ കാണാൻ നല്ലതൊക്കെ തന്നെയാണ്, അവർക്ക് ഒന്നും വേണ്ട. നമ്മൾ മേക്കപ്പ് ചെയ്ത് അവരെ ഹെവി ആക്കാത്തതും ഇല്ല, മനസ്സിലായോ? ഒരിക്കലും മേക്കപ്പ് ഇട്ട് പെണ്ണിനെ ചെയ്യുന്ന പോലെ ചെയ്യരുത്. പക്ഷേ പെൺകുട്ടികളുടെ മേക്കപ്പ് തിളങ്ങുമ്പോ ഇവരെന്തെങ്കിലും ഗ്രൂംഡ് ആവണം. അപ്പൊ അതായിരുന്നു ടെൻഷൻ. എല്ലാരും പറയും പെണ്ണ് സുന്ദരിയാണ്, ഇതെന്താ ഇങ്ങനെ ചെക്കനിരിക്കുന്നത്. അപ്പൊ ഇന്നങ്ങനെ പറയുന്നത് പെണ്ണും ചെക്കനും തിളങ്ങണം. ഒരു ദിവസം
വികാസേട്ടൻ ഫ്രീ ആയിരുന്നു. ആ ദിവസമാണ് എന്നെ കല്യാണം. നിന്നെ കണ്ട സന്തോഷമല്ലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവും. എനിക്ക് സന്തോഷമായി. മേക്കപ്പ് നന്നായിട്ടുണ്ട്. വികാസിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. അപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു മോളുടെയും വികാസിനെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ളത്. ആ ഇതൊന്ന് സാധിച്ചു കിട്ടി. അവൾ നല്ല സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്ത ഒരു ലുക്ക് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് സാരി ഡ്രേപ്പിംഗ് ആയാലും മേക്കപ്പ് ആയാലും ഓർണമെന്റ് അറേഞ്ച്മെന്റ് ആയാലും ഹെയർ എല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ടു ദ ഹോൾ ടീം.